ശിവഗീതയിൽ 3-ാം അധ്യായത്തിൽ മുനിശ്രേഷ്ഠൻ രാമനോട് ഉപസംഹരിച്ചുകൊണ്ട് പറയുകയാണ്, ആകാശദേകരേ ധർത്തു ബാലചന്ദ്രാസംയയാ തഥാത്വം കാമമോഹേൻ ജയം തസ്യാഭിവാഞ്ചസി. ചന്ദ്രനെ കൈപ്പിടിയിലാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയെപ്പോലെ അങ്ങ് വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ രാമനോട് പറയണം, അല്ലയോ രാമ, ചന്ദ്രനെ, അമ്പിളി അമ്മാവനെ കയ്യിൽ പിടിക്കണമെന്ന് വാശികൂട്ടി കയ്യിൽ പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു കുഞ്ഞിനെ പോലെയാണ് അല്ലയോ രാമ അങ്ങ് ഇപ്പോൾ പെരുമാറുന്നത്. അങ്ങ് കാമമോഹിതനായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ മിഥ്യാഭ്രമത്തിൽ അങ്ങ് ചെന്നുപെട്ടത്. അപ്പോൾ രാവണനെ കീഴ്പ്പെടുത്തുക എന്നുള്ളത് വളരെ വളരെ പ്രയാസമാണ്. കാരണം കോടാനുകോടി സൈന്യങ്ങളുള്ള ശിവൻ്റെ തന്നെ അനുഗ്രഹം കിട്ടിയിട്ടുള്ള ആ രാജാവിനെ എങ്ങനെയാണ് അങ്ങക്ക് ഒറ്റയ്ക്ക് ഏകാകിയായി യുദ്ധത്തിൽ പരാജയപ്പെടുത്താൻ കഴിയുക? അതുകൊണ്ട് ഇതെല്ലാം ആലോചിക്കുക. അങ്ങ് സത്യത്തിൽ ഇപ്പോൾ കാമമോഹിതനാണ്. ആഗ്രഹത്തിൻ്റെ പിന്നാലെ അങ്ങക്ക് ഇപ്പോൾ സത്യത്തിൽ കാമമോഹം പിടിപെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള അല്ലയോ രാമചന്ദ്ര, ആഗ്രഹം കൊണ്ട് മാത്രം ഒരാൾക്ക്, അല്ലെങ്കിൽ ദുഃഖാധിക്യത്താൽ ഉണ്ടാകുന്ന ആ ക്രോധം കൊണ്ട് അങ്ങക്ക് രാവണനെ ഒരു കാരണവശാലും ഒറ്റയ്ക്ക് പരാജയപ്പെടുത്താൻ കഴിയില്ല. ഈ കാര്യങ്ങളെല്ലാം അങ്ങ് നന്നായിട്ട് മനസ്സിലാക്കുക എന്ന് രാമനോട് മുനിശ്രേഷ്ഠൻ പറയുകയാണ്. ഇത് കേട്ടപ്പോൾ രാമൻ പറഞ്ഞു, അല്ലയോ മുനിശ്രേഷ്ഠ, ഞാൻ ക്ഷത്രിയനാണ്, ക്ഷത്രിയ വംശത്തിൽ പിറന്നവനാണ്. ദുഷ്ടനായ രാക്ഷസൻ എൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. തീർച്ചയായും ക്ഷത്രിയനായ ഞാൻ അതിന് പകരം വീട്ടേണ്ടതാണ്. ഇല്ല എങ്കിൽ ഞാൻ എങ്ങനെ ഒരു ക്ഷത്രിയനായിത്തീരും? അതായത് രാവണനെ നശിപ്പിച്ചില്ല എങ്കിൽ ഞാൻ ക്ഷത്രിയനല്ലാതായിത്തീരും. അപ്പോൾ ലോകരെല്ലാം എന്നെ പുച്ഛിക്കുകയും ചെയ്യും. അതുകൊണ്ട് ക്ഷത്രിയനായ എനിക്ക് രാവണനെ പരാജയപ്പെടുത്തേ മതിയാവൂ. അതുകൊണ്ട് അല്ലയോ മുനിശ്രേഷ്ഠ, അങ്ങ് എനിക്ക് രാവണനെ തോൽപ്പിക്കാനുള്ള ആ ഉപായം പറഞ്ഞു തരൂ. അതന്നാണ് രാമൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അല്ലയോ മുനിശ്രേഷ്ഠ, അങ്ങയ്ക്ക് മാത്രമേ ഇപ്പോൾ എൻ്റെ ഗുരുവായി നിന്നുകൊണ്ട് എനിക്ക് ഹിതോപദേശം ചെയ്ത് എന്നെ ആ യുദ്ധത്തിൽ രാവണനെ ജയിക്കാനുള്ള ഉപായം പറഞ്ഞു തരാൻ അങ്ങയ്ക്ക് മാത്രമേ കഴിയൂ. അതുകൊണ്ട് അല്ലയോ മുനിശ്രേഷ്ഠ, അങ്ങ് രാവണനെ പരാജയപ്പെടുത്താനും ഈ സമുദ്രത്തെ എങ്ങനെ തരണം ചെയ്യുമെന്നും പറഞ്ഞു തരൂ എന്ന് പറയുകയാണ്. അപ്പോൾ രാമൻ്റെ അപേക്ഷ ഇതാണ്, എനിക്ക് ഈ സമുദ്ര ലംഘനം നടത്തണം, എന്നിട്ട് രാവണനെ പരാജയപ്പെടുത്തണം. അങ്ങ് പറഞ്ഞ പോലെ എനിക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും സാധിക്കില്ല, എൻ്റെ പരിമിതമായ കഴിവുകൾ കൊണ്ടും സാധിക്കില്ല. അതുകൊണ്ട് അല്ലയോ മുനിശ്രേഷ്ഠ, അങ്ങ് എനിക്ക് ഇതിനുള്ള ഉപാധി പറഞ്ഞു തരൂ എന്ന് അഗസ്ത്യ മഹാമുനിയോട് പറയുകയാണ്. അല്ലയോ ഭഗവാനെ, അങ്ങ്, അല്ലയോ മുനിശ്രേഷ്ഠ, അങ്ങ് എനിക്ക് രാവണനെ പരാജയപ്പെടുത്താനുള്ള ആ ഉപാധി പറഞ്ഞു തരൂ, അതിനുള്ള മാർഗം എന്താണെന്ന് പറഞ്ഞു തരൂ. ഈ നദി കടക്കണം, ഈ മഹാസമുദ്രം എനിക്ക് തരണം ചെയ്യണം, അതിനുള്ള ഉപാധിയും അങ്ങ് പറഞ്ഞു തരൂ. അപ്പോൾ സമുദ്രം കടന്ന് ലങ്കയിലെത്തി രാവണനെ പരാജയപ്പെടുത്താൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ആ
തന്ത്രം, അതായത് ആ യുദ്ധതന്ത്രം എനിക്ക് അങ്ങ് പറഞ്ഞു തരൂ, അതിന് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു എന്ന് പറയുകയാണ്. ഇവിടെ രാമൻ തൻ്റെ ഹൃദയം അഗസ്ത്യ മഹാമുനിയുടെ മുമ്പിൽ തുറന്ന് കാട്ടുകയാണ്. താനിപ്പോൾ കാമമോഹിതനാണ് എന്ന് രാമൻ സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ ശരീരത്തെ കാമവും ക്രോധവും എല്ലാം തന്നെ ഇപ്പോൾ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. സത്യമാണത്. പക്ഷേ ഞാനൊരു ക്ഷത്രിയനാണ്. അതായത് ക്ഷത്രിയൻ എന്ന് വെച്ചാൽ ക്ഷതത്തിൽ നിന്ന് ത്രാണം ചെയ്യുന്നവനാരോ അവനാണ് ക്ഷത്രിയൻ. മറ്റുള്ളവരെ ക്ഷതത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്നവനാണ്. ക്ഷതത്തിൽ നിന്ന് ത്രാണം ചെയ്യുന്നവനാണ്, അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്നവനാണ് ക്ഷത്രിയൻ. അതുകൊണ്ട് ക്ഷത്രിയ വംശത്തിൽ പിറന്ന എനിക്ക് ക്ഷത്രിയൻ്റെ ധർമ്മം അനുഷ്ഠിക്കാതെ വയ്യ. അതുകൊണ്ട് രാവണനെ, സീതയെ അപഹരിച്ച് ദുഷ്ടപ്രവൃത്തി ചെയ്ത രാവണനെ എനിക്ക് ശിക്ഷിക്കേണ്ടതുണ്ട്. അത് എൻ്റെ കടമയാണ്. ക്ഷത്രിയനായ ഞാൻ അത് ചെയ്തില്ലെങ്കിൽ ലോകരെല്ലാം എന്നെ പരിഹസിക്കും. പിന്നെ ഞാൻ പുരുഷനായിട്ട്, ലോകപുരുഷനായിട്ട് ജീവിച്ചിട്ട് എന്ത് പ്രയോജനം? അതുകൊണ്ട് അതിനുള്ള ഉപാധി അല്ലയോ മുനിശ്രേഷ്ഠ അങ്ങെനിക്ക് പറഞ്ഞു തരൂ. അങ്ങയ്ക്ക് മാത്രമേ ഗുരുവായി നിന്നുകൊണ്ട് ഇപ്പോൾ ഇതിനുള്ള ആ ഉപായം എനിക്ക് പറഞ്ഞു തരാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് അല്ലയോ ഭഗവാൻ, അല്ലയോ മഹാമുനിശ്രേഷ്ഠ, അങ്ങ് എനിക്ക് ഇതിനുള്ള ഉപദേശം തന്നാലും എന്ന് രാമൻ തൻ്റെ ഗുരുവായി സ്വീകരിച്ച അഗസ്ത്യ മഹാമുനിയോട് പറയുകയാണ്. അഗസ്ത്യമുനിക്ക് ഇത് കേട്ടപ്പോൾ രാമനോട് വർദ്ധിച്ച സ്നേഹം തോന്നിക്കൊണ്ട് മറുപടി പറയുകയാണ്.